പോവാം. ആദ്യത്തെ ചോദ്യം, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? അത് ഓപ്ഷൻ ബി ആണ്, കൂട്ട്. എന്താണ്? ഓപ്ഷൻ ബി, കൂട്ടെന്ന് പറയുന്ന പദ്ധതിയാണ് കേരള പോലീസ് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച പദ്ധതി. ഇനി ബാക്കി 3 ഓപ്ഷൻസ് കണ്ടോ? ചിരി, തുണ, ഹോപ്പ്. ഇത് 3ഉം കേരള പോലീസായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ, ചിരി. ചിരി എന്ന് പറഞ്ഞത് എന്തിനാണ്? കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി എന്ന് പറയുന്നത്. ചിരി എന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടിയാണ്. ചിരിച്ച് കഴിയുമ്പോൾ മാനസിക സമ്മർദ്ദമൊക്കെ കുറയുമല്ലേ. അപ്പോൾ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി എന്ന് പറയുന്നത്. ഈ തുണ എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ സേവന പോർട്ടലിൻ്റെ പേരാണ്. കേരള പോലീസിൻ്റെ ഓൺലൈൻ സേവന പോർട്ടലിൻ്റെ പേരാണ് തുണ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ, ഹോപ്പ് എന്ന് പറയുന്നത് SSLC +2 പരീക്ഷകൾ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാനും പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഹോപ്പ്. അപ്പോൾ എല്ലാം ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ ചോദ്യം, സർക്കാർ പൊതുജന